ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. ഷാഹിദ് കപൂർ തൃപ്തി എന്നൊരു പ്രധാന വേഷത്തിലായി എത്തുന്ന പുതിയ ഹിന്ദി ചലച്ചിത്രമാണ് ഓ റോമിയോ. അതിലെ ആഷിക്കോൺ കി കോളനി എന്നൊരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഐറ്റം സോങ് ആണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ഷാഹിദ് കപൂർ എനിക്ക് ഒരു ഹിന്ദിയിലെ ഒരു ഇഷ്ടമുള്ള ഒരു നടനും കൂടെയാണ് ഷാഹിദ് കപൂർ. ആൻഡ് ഒരു മാസ് പടമായിട്ട് വരുന്നു എന്നാണ് നേരത്തെ ഉള്ള ടോപ്പിക്ക്. ഈ പാട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം ഫോട്ടോസൊക്കെ മുമ്പൊക്കെ കണ്ടപ്പോൾ ഐറ്റം സോങ് വൈബാണ് അടിച്ചിട്ടുള്ളായിരുന്നു. ഐറ്റം സോങ് തന്നെ കൗബോയ ലുക്ക. ദിശാ പട്ടാണി ഐറ്റം സോങ് തന്നെ. ഓ, അത് ലിക്കറായിരുന്നു. ഞാൻ തോക്കായിരുന്നു. തൃപ്തി അല്ലേ? ദിശ അല്ലേ? ദിശ എന്നല്ലോ തന്നെ. അല്ലെങ്കിൽ ഐറ്റം സോങ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് ബോളിവുഡ് തന്നെയാണ് നമ്പർ 1. അതിൽ അവരടിക്കുക വേറെ ആരുമില്ല. ഐറ്റം സോങ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ സോങ്സ് ആയാലും അല്ലെങ്കിൽ ആക്ട്രസ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയാലും ഐറ്റം സോങ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് വിടുന്നത് ബോളിവുഡ് തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നും വേണ്ട. അത് അവരുടെ തട്ടകളാണ്. ഓ, ഷാഹിദ് കപൂർ. ഓ, ഫുൾ വർക്ക്. ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ തട്ടാണ്. ആ പാട്ട് മ്യൂസിക് ഒക്കെ. ഓ, ഷാഹിദ് സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നത്. സത്യം പറയല്ലേ, ഞാൻ ദിശ പട്ടാനിയെ കണ്ടില്ലായിരുന്നു കേട്ടാ. ഞാൻ ഷാഹിദ് കപൂറിന്റെ ഡാൻസാണ് നോക്കിക്കൊണ്ടിരുന്നത്. സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിളായിട്ട്, ആക്റ്റീവായിട്ട്, കറക്റ്റായിട്ട്, നല്ല കിടിലം ഫിസിക്കലി നല്ല കിടിലനായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെ ദിശ പട്ടാനി ഡാൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടുമില്ലായിരുന്നു. ഒരു ഐറ്റം സോങ്ങിലൊരു ആക്ട്രസ് ഡാൻസ് ചെയ്യുമ്പോൾ ആക്ടറായാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും ഡൊമിനേറ്റ് ചെയ്താണ് ഷാഹിദ് ഡാൻസ്. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ഷാഹിദ്. സൂപ്പറായിട്ട് കളിക്കുന്നു. സ്റ്റെപ്പ് ഇവരൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കണം. റോമിയോ. വിശാൽ ഭർദ്വാജ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആഷിക്കോൺ കി കോലാനി, റോമിയോ.
സൂപ്പർ പാട്ട് ഗൈസ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഐറ്റം സോങ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ബോളിവുഡ് ഇൻഡസ്ട്രി തന്നെയാണ്. അതിൽ ഇന്ത്യയിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അതിപ്പം തെലുങ്കായാലും കന്നഡ ആയാലും മലയാളമായാലും തമിഴായാലും ഐറ്റം സോങ് അത് മുമ്പേ അവരുടെ തട്ടമാണ്. ആ ഒരു സാധനത്തിന് മാത്രം അവർ എന്തൊക്കെ പറഞ്ഞാലും ഒരു മേൽക്കോയ്മ അവർക്കുണ്ട്. അതിപ്പോൾ പാട്ട് വരുമ്പോഴായാലും അതിലെ ബീറ്റ് വരുമ്പോഴായാലും അല്ലെങ്കിൽ അതിലെ ആക്ടർ, കാരണം അവർക്ക് ഐറ്റം സോങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ട്രസസ് ഉണ്ട്. അതുപോലെ അവർക്ക് ഒരുപാട് പാട്ടുകളുണ്ട്. കാരണം അവർക്ക് ഒരു നോർമലായിട്ടൊരു പാട്ട് വന്നാൽ അത് ഐറ്റം സോങ് ആക്കും അവർ. കാരണം അവർക്ക് ആകെ ഉള്ള ഒരു കയ്യിൽ എന്തെങ്കിലും എല്ലാവരും ഒന്ന് ആകർഷിക്കാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഐറ്റം സോങ് ആണ്. അപ്പോൾ അത് ഈ സിനിമയിലുണ്ട്. ആൻഡ് സൂപ്പറായിട്ട് പാട്ട് ദിശ പട്ടാണിയും ഷാഹിദ് കപൂറുമാണ് മെയിൻ ഇതിലായിട്ട് ഈ പാട്ടിൽ വരുന്നത്. പക്ഷെ ഇതിൽ നായികയായിട്ട് തൃപ്തി ദിംബ്രി എന്തോ ആണ് വരുന്നത്. ഇത് ഈ ഐറ്റം സോങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ദിശ പട്ടാണി വന്നിട്ടുള്ളത്. ഷാഹിദ് കപൂർ നന്നായിട്ട് ഡാൻസ് കളിക്കും. അത് ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് ഷാഹിദ് കപൂറിനെ നന്നായിട്ട് ഇഷ്ടം. ഒരു നല്ലൊരു ലുക്കുള്ള നല്ലൊരു ഫിസിക്കുള്ള ഒരു സൂപ്പർ നടനും കൂടാണ് ഷാഹിദ് കപൂർ. ഞാൻ അതായത് പത്മാവത്, ദീപിക പടുകോണുള്ള പത്മാവത് സിനിമ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ അലാവുദ്ദീൻ ഖിൽജിയായിട്ട് ആരാ ഇറങ്ങി, രൺവീർ സിംഗ് വരും വില്ലനായിട്ട്. പിന്നെ അതിൽ പത്മാവത്, അതായത് ദീപികയുടെ ഭർത്താവായിട്ട് ഷാഹിദ് കപൂറിൻ്റെ റോളൊക്കെ ഒരു രാജാവിൻ്റെ റോളാണ്. നല്ലൊരു കിടില റോളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ സിനിമ പത്മാവത് കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടു നോക്കണം. ആൻഡ് ഈ പാട്ടിൽ ആ മൂൺ വാക്ക്, ആ തറയിൽ കിടന്ന് വരുന്ന സ്റ്റെപ്പ്, സ്പീഡിൽ കളിക്കുന്ന സ്റ്റെപ്പ്, ഞാൻ പറഞ്ഞില്ലേ ആ ദിശ പട്ടാണി അവിടെ ഉള്ളൊരു കാര്യം ഞാൻ മറന്നു. ഞാൻ ഷാഹിദ് കപൂറിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഷാഹിദ് കപൂർ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആക്റ്റീവ്നെസ്, ആ പാട്ടോട് ആ ഒരു ചേർന്ന ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളും, നല്ലൊരു ഡാൻസ് വീഡിയോ തന്നെയാണ്. ഒരു നല്ലൊരു ഐറ്റം സോങ് തന്നെയാണ് ഇപ്പോൾ വന്നത്. ഓ റോമിയോ സിനിമയിൽ നിന്ന് മാഷിക്കോ എനിക്ക് കോലാനി എന്നൊരു പാട്ട്. ആൻഡ് പാട്ടിലെ ലിറിക്സുകളും കേൾക്കാൻ കൊള്ളാം, പാട്ട് പാടിയ ഒരു വോയിസും കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഈ ഐറ്റം സോങ് ഒക്കെ വരുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ വേറെ ലെവലാണ്. അതായത് കാശൊക്കെ പറക്കുന്നതും ആ ഒരു ചുവപ്പ്, അവർ അത് സെറ്റ് ചെയ്യുന്ന ആ ഒരു രീതി. അവർ ചിലപ്പോൾ ഒരു പബ്ബിലായിരിക്കാം, ചിലപ്പോൾ ഒരു പാർട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയൊരു പരിപാടി, അങ്ങനെ എന്തായിരുന്നാലും അവർ സെറ്റ് ചെയ്യുന്ന രീതി ഒരു വേറെ ലെവലാണ്. അപ്പോൾ ഐറ്റം സോങ്ങിന് ബോളിവുഡിന് വിട്ടാൽ വേറെ ഒരാളും വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആ ഡാൻസൊക്കെ സിമ്പിൾ സ്റ്റെപ്പ് ഇരുന്നാലും, അതുപോലെ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ കണ്ടു കാണും ഷാഹിദ് കപൂർ ഡാൻസ് ചെയ്യുന്നതൊക്കെ ഒരു നന്നായിട്ട് നല്ല തറയിലൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ നിന്ന് സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കൂടെ എടുക്കുന്നു. പിന്നെ ദിശ പട്ടാനിയും ആസ് ഓൾവേസ് നന്നായിട്ട് തന്നെ നല്ല ലുക്കുമായിട്ട് ദിശ പട്ടാനിയും വേണമെന്നും ബോളിവുഡിലെ ഒരു ഫിസിക്ക് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതായത് ഒരു സ്കെൽറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫിറ്റായിട്ട് ഒരു നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ ദിശ പട്ടാണിയാണ്. ഒരു നല്ലൊരു കിടിലൻ ഫിറ്റായിട്ടാണ് പുള്ളിക്കാരെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ പാട്ടിലും രണ്ടുപേരും അതിൻ്റെ ഒരു കെമിസ്ട്രിയും കൊള്ളായത്. കാരണം ഒരുപാട് നിങ്ങൾ ഇപ്പോൾ ഈ പാട്ടിൽ തന്നെ ഒരുപാട് വൾഗാരിറ്റിയും കാര്യങ്ങളും ഇല്ല. പിന്നെ അത് എന്താ പറയുക, സീൻ വൈസ് ആക്ട്രസിനെ ഒരുപാട് വൾഗാരിറ്റിയിലും കാര്യങ്ങളായിട്ട് കാണിക്കുന്നുമില്ല. മൊത്തത്തിൽ പാട്ട് ഒരു ഐറ്റം സോങ്ങുമായിട്ടും അതേ അറ്റ് ദ സെയിം ടൈം കാണാനും നല്ലൊരു രീതിക്കാക്കി ഒരു സൂപ്പർ പാട്ട് തന്നെയാണ് ഈ ആഷിഖ് അങ്കി കോളനി പാട്ട്. ഓ റോമിയോ സിനിമയിലെയാണ്. അപ്പോൾ വിശ്വലാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നല്ലൊരു പാട്ട്, ബെസ്റ്റ് പെർഫോമൻസ് ഷാഹിദ് കപൂർ. ആ ഡാൻസും ആ ഒരു മൂൺ വാക്കൊക്കെ നല്ല സൂപ്പറായിട്ട്. ഞാനാണ് പറഞ്ഞത്, ആ സമയം ഞാൻ ദിശ പട്ടാനിയെ കണ്ടിട്ടില്ല, പുള്ളിയാണ് കണ്ടത്. ഷാഹിദ് കപൂർ നന്നായിട്ട് പാട്ടും പൊളിച്ചിട്ടുണ്ട്.